ഈ കഴിഞ്ഞ ഒരാഴ്ചയിൽ നടത്തിയ പരിപാടി ഏറ്റവും കൂടുതൽ അച്ചടക്കവും മാതൃകയുമാണെന്ന് തൊട്ടു പിന്നാലെ പൊതുജനങ്ങൾ സംസാരിക്കുകയുണ്ടായി. അത് കൗൺസിലർ ശ്രദ്ധിക്കുകയുണ്ടായി. അത് ഈ പള്ളിയുടെയും പള്ളിയുടെ നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട മിഷികാദാസച്ചന്റെയും നിങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഇത് തന്നെയാണ് മിക്ക പള്ളികളും മാതൃകയായിട്ട് കൊണ്ടുപോകേണ്ടതെന്ന് വളരെ വ്യക്തമായി സൂചിപ്പിക്കുകയാണ്. രണ്ടാമത് പറയാനുള്ളത്, ഈ ഒരു പരിപാടിയുടെ ഏറ്റവും മികച്ച ഒരു നട്ടെല്ലെന്ന് പറയുന്നത്, ഇപ്പോൾ കഴിഞ്ഞ മീറ്റിംഗിൽ ഞാൻ പറഞ്ഞിരുന്നു, കഴിഞ്ഞൊരു പബ്ലിക് പരിപാടിയിൽ പറഞ്ഞിരുന്നു, നമ്മുടെ സെക്രട്ടറിയോടൊപ്പം നിൽക്കുന്ന, ഈ പള്ളിയോടൊപ്പം നിൽക്കപ്പെടുന്ന യുവജനങ്ങൾ ഈ പള്ളിയുടെ ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടാണ്. ഒരു പക്ഷേ ഈ ഇത്തരത്തിലൊരു പരിപാടി ആസൂത്രണം ചെയ്യുമ്പോൾ നേരവണ്ണം ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്ക് പോകണമെന്നോ വീട്ടിലെ ചില കാര്യങ്ങൾ പോലും മറന്ന് അത്രയും ഉദാത്തമായി നിന്ന് സേവനം അനുഷ്ഠിക്കുന്ന ഒരു വലിയൊരു യുവജന കൂട്ടായ്മ ഈ ഒരു പരിപാടിയുടെ ഭാഗമായി നിൽക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ ഓരോരുത്തരുടെയും കുടുംബത്തിന്റെ സഹായവും മക്കളുടെ സഹായവും ഈ മിറാബിലിയ പ്രോഗ്രാമിന്റെ ഭാഗമായി ഒരു സമാപന സമ്മേളനത്തിൽ ഒരു കൾച്ചറൽ പരിപാടി ഉൾപ്പെടെ നടത്തുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. മറ്റൊന്നൊരു ജനാധിപത്യത്തിൽ ഏതൊരു സ്വാതന്ത്ര്യവും മതസ്വാതന്ത്ര്യവും നമുക്കെടുക്കാം, അതിൽ വിശ്വാസം അർപ്പിക്കാം. അപ്പോ 2 വചനങ്ങളുണ്ട്. ഒന്ന് റോമ 8:31, ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ നമുക്ക് ആര്. കുറച്ചും കൂടെ സൗണ്ട്. ഇറങ്ങിപ്പോകുമ്പോ ഇംഗ്ലീഷിന്റെ അർത്ഥം ചോദിക്കരുത്. பொன்மணி உன் வீட்டுல சௌக்கியமா? நான் இங்க பாரு என் காதல் என்னன்னு சொல்லாம எங்களுக்கு அழுகுதான் வருது. என் சாப்பாடு சாப்பிடுமா அப்படின்னு சொல்றது. தேங்க்யூ.